ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീടിൻ്റെ പരിസരവും വീടിൻ്റെ മുറികൾ വരെ ചെടികൾ കൊണ്ട് അലങ്കരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. എന്നാൽ ഇത്തരക്കാർക്ക് വീടിനുള്ളിൽ തന്നെ വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ പുറത്ത് കാണുന്ന ചെടികളൊക്കെ അതിൻ്റെ ഒരു ഭംഗി കൊണ്ടും കൗതുകം കൊണ്ടൊക്കെ നമ്മൾ റൂമിനുള്ളിൽ കൊണ്ടുവയ്ക്കും. പക്ഷേ അത് ഗുണത്തേക്കാളേറെ വലിയ വലിയ ദോഷങ്ങളാണ് ഉണ്ടാക്കുക. ചിലപ്പോൾ മരണം വരെ സംഭവിച്ചെന്നിരിക്കും. അങ്ങനെയുള്ള കുറച്ച് അപകടകാരികളായ ചെടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം. ആദ്യത്തേതാണ് ഡിഫൻബാച്ചിയ. പേര് കേട്ടാൽ ഒരു വിദേശിയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. മനോഹരമായ നിറമുള്ള ഇലകൾ ഉണ്ടെങ്കിലും ലഹരിയിലേക്ക് നയിച്ചേക്കാവുന്ന പ്രധാന സസ്യങ്ങളിലൊന്നാണ് ഈ ഡിഫൻബാച്ചിയ. ആകസ്മികമായി ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഘടകങ്ങൾ വായിൽ പെട്ടാൽ വയറിളക്കം, ഓക്കാനം, ഛർദി, വായിലും തൊണ്ടയിലുമൊക്കെ കടുത്ത വീക്കം, വേദന എന്നിവയൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ചെടികൾ നടുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം. രണ്ടാമത്തേതാണ് സാൻസെവാരിയ. പേര് കേൾക്കുമ്പോൾ എന്ത് സസ്യമെന്ന് വിചാരിക്കൂലേ? നമ്മുടെ സർപ്പപ്പോള അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയില്ലേ, സെയിം സാധനം തന്നെയാണ്. വീടിൻ്റെ അലങ്കാരത്തിന് പ്രധാനമായിട്ട് ഈ ഒരു ചെടിയായിരിക്കുമല്ലോ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുക. പക്ഷേ ഇതും ഒരു അപകടകാരിയായ ചെടിയാണ്. സ്നേക്ക് പ്ലാന്റിൽ സപ്പോണിൻ എന്ന ഒരു പദാർത്ഥമുണ്ട്. ഇത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഛർദി, ഓക്കാനം, വയറിളക്കം തുടങ്ങിയവയൊക്കെ കാരണമാകും. അതുകൊണ്ട് മൃഗങ്ങളെയൊക്കെ ഈ ചെടിയുടെ അടുത്തുനിന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഇലകളൊക്കെ പിച്ച് വായിലൊക്കെ വെക്കൂലേ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചെടികൾ കുട്ടികളുടെ കൈ എത്താത്ത രീതിയിലൊക്കെ മാറ്റി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തതാണ് ഇസഡ് പ്ലാന്റ്. ഇസഡ് പ്ലാന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ചെടിയുടെ ശരിക്കുള്ള പേര് സാമിയോ കുൽക്കസ് സാമിഫോളിയ എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വേദന, നമ്മുടെ സ്കിന്നിൽ ചെറിയ വീക്കം, തടിപ്പ് തുടങ്ങിയവയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചെടികളൊക്കെ വീടിനുള്ളിൽ നിങ്ങൾ അലങ്കാരത്തിനായിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം വീടിന് വെളിയിലേക്ക് കൊണ്ടുവെക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.